ബാംഗ്ലൂർ വന്നതിന് ശേഷം മെട്രോ സംഹൗ ഞങ്ങളുടെ ഡെയിലി റൂട്ടിൻ്റെ ഭാഗമായി. ബാംഗ്ലൂർ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ സൈഡിലൂടെ മുഴുവൻ സിറ്റി കാണും. ഒരുപാട് മരങ്ങൾ, പച്ചപ്പ്, അതിൻ്റെ ഇടയിൽ ബിൽഡിങ്സും റോഡും. ഇതൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. സോ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മാപ്പ്. മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി. ബാംഗ്ലൂർ ഒരു മ്യൂസിയമാണ്, അവിടേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഭയങ്കര ട്രാഫിക്കാണ്, നാട് റോഡിൽ നല്ല ട്രാഫിക്കാണ്. പക്ഷെ ഞാനും ശ്രീപ്രിയയും ചെയ്യുന്നത് ഇവിടെ ഇത്ര നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ബിൽഡിങ് കണ്ടപ്പം ഇവിടെ ഫോട്ടോയും വീഡിയോ വ്ളോഗും എടുത്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ കാറിലൊക്കെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കി ഇവരെന്ത് ചെയ്യുന്നത്, കാരണം ഇവരെല്ലാം ഡെയിലി കാണുന്ന, പക്ഷെ ഞങ്ങൾ എല്ലാ ദിവസവും കാണും. നിങ്ങൾക്ക് എന്നെ ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി. മ്യൂസിയത്തിലേക്ക് ഇറങ്ങിയതാണ്, പക്ഷെ ഇതുവരെ മ്യൂസിയം എത്തിയിട്ടില്ല. ബാക്കി ഈ വഴിയിലെല്ലാം നല്ല ഭംഗിയുള്ള എസ്തെറ്റിക്കുള്ള കാര്യങ്ങൾ, എന്ത് എസ്തെറ്റിക്കുള്ളത് കണ്ടാലും ഞങ്ങൾ അപ്പം നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കും. അങ്ങനെ ബംഗളൂരു നഗരവീഥികളിലൂടെ ഞാനും ശ്രീപ്രിയ യാത്രകൾ തുടരുന്നു. വാവ്, സമയം എത്രയായി? 5:11. ഇതാണ്, ഇവിടെ നല്ല തിരക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഞങ്ങൾ എത്തേണ്ട സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല. എപ്പോഴും എത്തുമെന്ന് പോലും ഞങ്ങൾക്ക് ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ സ്ഥലത്തു നിന്നും മാറാൻ തോന്നുന്നില്ല, കാരണം നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ, അതായത് മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എത്തിച്ചേർന്നിരിക്കുകയാണ്. യെസ്, നല്ല രസമുണ്ട്. മ്യൂസിയത്തിൻ്റെ അകത്തൊരു ചെറിയ ആർട്ട് സ്റ്റോർ ഉണ്ടായിരുന്നു. Oh my god guys, wow, സെയിം സാധനം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഈ കളേഴ്സും മിററും പാറ്റേണും എല്ലാം കൂടി ലിറ്ററലി ഒരു മൂവിങ് പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് കയറി നിൽക്കുന്നൊരു ഫീലായിരുന്നു. മ്യൂസിയംസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആർട്ട് മ്യൂസിയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ചില തിങ്സ് കണ്ടപ്പോൾ ആദ്യം ഒന്നും മനസ്സിലായില്ല. എസ്പെഷ്യലി ഈ ഹ്യൂജ് ക്ലോത്ത്സ് എല്ലാം കൂടി ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്ഷൻ. ഫസ്റ്റ് കണ്ടപ്പോൾ ഏതോ ഫാഷൻ ഡിസ്പ്ലേ ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ആർട്ട് വർക്കിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായത്. ഫുൾ ആർട്ടാണ്, മ്യൂസിയം ആണല്ലോ ആർട്ടിൻ്റെ. ഇവിടെ കുറെ പഴയ മൂവീസിന്റെ പോസ്റ്റേഴ്സ് ഉണ്ട്. കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹം.
നല്ല അടിപൊളി. ഇതിലൊക്കെ സോങ്സ് ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പഴയ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സിനിമയുടെ പേര് ഈ സിനിമ ഇതിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അടുത്ത എവിടേക്കാ പോകുന്നത്? മ്യൂസിയത്തിലെ ഈ ഭാഗം എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനെ ചെറിയ ചെറിയ റാക്സുകളായിട്ട് പല കളക്ഷൻസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഡ്രോറും ഇങ്ങനെ വലിച്ചു തുറക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരു ഡ്രോവറിൽ പഴയ മാച്ച് ബോക്സ് ലേബൽസ്, മറ്റൊന്നിൽ പഴയ പ്രിൻസ്, ചിലതിൽ ഫാബ്രിക്സ്, ഇല്ലുസ്ട്രേഷൻസ്, ആർട്ട് വർക്ക്സ്. ഓരോന്നും തുറക്കുമ്പോൾ അടുത്തതിൽ എന്തായിരിക്കും എന്ന് നോക്കാൻ തോന്നും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ആയിരുന്നു. ജസ്റ്റ് വോളിൽ ഫ്രെയിം ചെയ്ത് വെച്ചതല്ല, നമ്മൾ തന്നെ തുറന്നു നോക്കി സ്ലോലി എക്സ്പ്ലോർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓരോ ഡ്രോർ തുറക്കുമ്പോഴും ചെറിയൊരു ഡിസ്കവറി ഫീൽ ഉണ്ടായിരുന്നു. വാവ് ഗൈസ്, ഇത്ര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലം. കുറേ ആർട്ട് വർക്കും അതൊക്കെ കണ്ടു. പക്ഷെ ഇനിയുണ്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ആക്ച്വലി. എൻ്റെ ഫോണിന് ചാർജ് കുറവാണ്, അത് ആദ്യം കൊണ്ടുപോയി ചാർജ് ചെയ്യണം. ചെറിയ സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ എല്ലാം പോയിട്ടു. എന്താ കേൾക്കുന്നത്? ആൾക്കാർ ഒച്ചിടും. ഞങ്ങൾ കറക്റ്റ് ബംഗളൂരുവിൻ്റെ IPL മാച്ച് കഴിഞ്ഞ സമയത്താണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കും, നിറച്ച് പോലീസും. ഈ പോലീസുകാരൊക്കെ എന്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ചു. പിന്നെയാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള റോഡിൽ കൂടിയാണ് വന്നത്. നല്ല തിരക്കെന്ന് വെച്ചാൽ വളരെ നല്ല തിരക്ക്. ഓക്കെ, എന്തായാലും ഇതാണ് എൻ്റെ ഔട്ട്ഡോർ സെറ്റായിട്ട് ഞങ്ങൾ മാപ്പ് ഫുള്ള് വിസിറ്റ് ചെയ്തു. ബൈ.
മാച്ച് കഴിഞ്ഞതുകൊണ്ട് മെട്രോ സ്റ്റേഷൻ നിറയെ RCB ഫാൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോ സ്റ്റേഷനിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ തിരക്കിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ മെട്രോയിൽ കയറി വന്നത്. പക്ഷേ എനിക്ക് ഈ ബാംഗ്ലൂർ നൈറ്റ് ടൈമിൽ നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.